ഹലോ, നമുക്കൊരു വിഷൻ ബോർഡ് ഉണ്ടാക്കിയാലോ? ന്യൂ ഇയറും കഴിഞ്ഞ് ജനുവരി 4-ാം തീയതിയാണ് ഞാൻ ഈ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. എക്സാം ആയതുകൊണ്ട് തന്നെ ജനുവരി 1-നൊന്നും ഇതുണ്ടാക്കാൻ വേണ്ടി ഇറങ്ങാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ ഇനി വിഷൻ ബോർഡിൻ്റെ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ ഇതെനിക്ക് വിഷൻ ബോർഡല്ല, എൻ്റെ മിഷൻ ബോർഡാണ്. സാധാരണഗതിയിൽ ക്രിസ്മസ് അവസാനമാകുമ്പോഴേക്കും തന്നെ അടുത്ത വർഷം പുതിയ വർഷം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഡയറിയിൽ എഴുതി വെക്കും. അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ, തുടങ്ങി വെക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. ഇപ്രാവശ്യം പിന്നെ ട്രെൻഡിങ് ആയിട്ടുള്ളത് വിഷൻ ബോർഡാണല്ലോ, അപ്പോൾ അത് തന്നെ ചെയ്യാം. ബോർഡിലല്ല, ഡയറിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം. അപ്പോൾ വേണമെങ്കിൽ വിഷൻ ഡയറി എന്നും പറയാം. 2025 ഒരൊറ്റ ഡയറിയും എൻ്റെ കയ്യിലില്ല. അതുപോലെ തന്നെ 26 ഡയറി നിലവിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് 24 ഡയറി ഉണ്ട് കയ്യിൽ. അത് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൻ്റെ ഡയറിയാണ്. വേറൊന്നും എഴുതിയിട്ടുമില്ല, ഫ്രഷ് ആയിട്ടുള്ള ഡയറി ആയതുകൊണ്ട് ഇത് തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. മീഷോയിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡയറീസ്, കാര്യങ്ങൾ, ജേർണൽസൊക്കെ ചെയ്യാൻ പറ്റിയ സംഭവങ്ങൾ, ബുക്സൊക്കെ അവൈലബിൾ ആണെന്ന് കണ്ടു. അതെന്തായാലും ഇനി അടുത്ത തവണ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പ്രധാനമായിട്ടും വേണ്ടത് വിഷൻസ് നമ്മൾ പ്രിൻ്റ് എടുത്ത ആ ഒരു പേപ്പറാണ്. കളർ പ്രിൻ്റ് തന്നെ എടുത്തോളൂ, അതായിട്ട് ഇനി കുറയ്ക്കണ്ട. വിഷൻസ് ചെയ്തെടുക്കാനാണെങ്കിൽ നമ്മുടെ പിൻട്രസ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നമ്മുടെ ആൻഡ്രോയിഡിലും പിന്നെ ആപ്പ് സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ഇമെയിൽ വെച്ച് ലോഗിൻ ചെയ്യുക. ആ ഒരു ആപ്പിന് നമ്മളൊരു പാസ്വേഡ് കൊടുക്കുക. അവിടെ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്, അതുപോലെ കോളേജസ് ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. ഞാനതൊക്കെ വെച്ചിട്ടാണ് ചെയ്തത്. പിന്നെ അവസാനം നമ്മൾ എല്ലാം കൂടെ ഒരൊറ്റ പേജിലായി കഴിഞ്ഞ് അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ ക്ലാരിറ്റി കുറയും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന പ്രിൻറ്റിൽ കുറച്ചെണ്ണം ഇതൊക്കെയാണ്. അതിന് നല്ല വൃത്തിയിൽ അതിൻ്റെ എഡ്ജസൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഈ സ്റ്റേ ഫോക്കസ്ഡ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതൊക്കെയാണ് മെയിൻ പാർട്ടായിട്ടുള്ളത്. പിന്നെ കുറച്ച് പേഴ്സണൽ ഗോൾസ് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഞാൻ അച്ചീവ് ചെയ്തതിന് ശേഷം അടുത്ത വർഷം പറയാം. ഇനിയിപ്പോൾ ഇതൊന്നും നടക്കില്ല, ഫേക്കാണെന്നൊക്കെ പറയുന്നവരോട് ഇങ്ങനെ പ്രിൻ്റ് എടുത്ത് കട്ട് ചെയ്ത് അതൊക്കെ പേസ്റ്റ് ചെയ്ത് അങ്ങനൊരു വിഷൻ ബോർഡ് തയ്യാറാക്കുന്നതിന് മുൻപേ തന്നെ കാര്യങ്ങൾ എഴുതി വെച്ച് അത് നടപ്പിലാക്കി ആ ഒരു മാനിഫെസ്റ്റേഷൻസ് കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. പേഴ്സണലി എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഞാനൊരു വ്യത്യാസം കാണുന്നതെന്ന് വെച്ചാൽ കാര്യങ്ങൾ പ്രിൻ്റ് എടുത്ത് ഡിജിറ്റലൈസ് ചെയ്ത് അതൊന്ന് പ്രിൻ്റ് എടുത്തൊന്ന് പേസ്റ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വിശ്വാസം ഇല്ലെങ്കിലും ഒന്ന് ശ്രമിച്ച് നോക്ക്. ഒരു വർഷത്തെ കാര്യമല്ലേ, വേറൊന്നും ചെയ്യണ്ട. ഇത് ചെയ്തവിടെ വെച്ച് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതിലെഴുതിയ കാര്യങ്ങളിലേക്കൊന്ന് ഫോക്കസ് ചെയ്ത് നോക്ക്. നടക്കുമോ ഇല്ലയോ എന്ന് നേരിട്ടറിയാം. അങ്ങനെ എല്ലാം അതിൻ്റെ എഡ്ജസൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഡയറി എടുക്കുക. അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട പേജ് ഞാൻ ജനുവരി 1-ാം തീയതി തൊട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. 2026 ഡയറി അല്ലെങ്കിലും 1-ാം തീയതി തൊട്ട് തന്നെ അതൊന്ന് ഒട്ടിച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെൻ്റെ വിഷൻ ബോർഡല്ല, എൻ്റെ മിഷനാണ്. ഞാൻ 2026 കംപ്ലീറ്റ് ആയിട്ടും തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഞാൻ എഴുതുന്നത്. എത്രത്തോളം പോസിബിൾ ആവും എന്നുള്ളത് നമുക്ക് ആ വർഷത്തിൻ്റെ അവസാനം നോക്കാം. ഈ മിഷൻ 2026 എവിടെ ഒട്ടിക്കും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അവസാനം അതിനൊരു സ്ഥലം കണ്ടുപിടിച്ചു. ഇതുപോലെ ഓരോ പേജിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ആ ഒരു സ്പേസൊക്കെ വിട്ടിട്ട് ഒട്ടിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്ത് എഴുതാനൊക്കെ ഉണ്ടാവും, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊക്കെ. അങ്ങനെ ഓരോന്നും നിങ്ങൾക്ക് എവിടെയാണോ സ്റ്റിക്ക് ചെയ്യാൻ താല്പര്യമുള്ളത് അതുപോലെ ഒട്ടിച്ച് വെക്കുക. ഈ ഒരു പ്രിൻ്റ് എടുക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ഒരു വിഷൻ ബോർഡൊക്കെ പേഴ്സണലായിട്ട് കീപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ പ്രാവശ്യം ഞാൻ സെൽഫ് കെയറിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും പുതിയ പുതിയ ആർട്സ് പഠിക്കുവാനും അതുപോലെ തന്നെ ചില എൻ്റെ മോശം സ്വഭാവങ്ങൾ ഉപേക്ഷിക്കുവാനും ഒക്കെ നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതുന്നത് പോരാതെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹങ്ങളല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോട്ട്സോ വരികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് എഴുതി വെക്കാവുന്നതാണ്. വേണമെങ്കിൽ നിങ്ങളിപ്പോൾ ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ ഒരു എക്സാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ടൈം ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഇന്ന മാസത്തിനുള്ളിൽ അത് അച്ചീവ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന പീരീഡിൽ എനിക്കത് ബ്രേക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളും അതിൽ എഴുതി വെക്കാവുന്നതാണ്. എഴുതി വെച്ചാൽ മാത്രം പോരാ, ഇത് ഇടയ്ക്കെടുത്തൊന്നും നോക്കുകയും കൂടെ വേണം. കാരണം നമുക്ക് തന്നെ ഇതൊരു റിമൈൻഡറായിട്ട് എപ്പോഴും മനസ്സിലുണ്ടാവണം. അപ്പോൾ നമ്മുടെ ആ ഒരു മിഷൻ ബുക്ക് റെഡി ആയിട്ടുണ്ട്. ബോർഡിൽ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതാകുമ്പോൾ നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാം. ബുക്കിനേക്കാളും കൂടുതൽ കുറച്ചും കൂടി ഒരു ഓപ്പൺ ആയിട്ടിരിക്കുന്നതും ബോർഡ് തന്നെയായിരിക്കും. ഈ ടേബിളിൻ്റെ ഇടയിലിരുന്ന് മുന്തിരി നിന്ന പരിപാടി പോലെയാണ് ഇതെന്ന് പറഞ്ഞ് പുച്ഛിക്കേണ്ട. വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇപ്പോൾ പ്രിൻ്റ് എടുക്കാൻ നിൽക്കുന്നില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് എഴുതിയെങ്കിലും വെക്കുക എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ നടക്കുകയോ ഇല്ലയോ എന്ന് നമുക്ക് വർഷാവസാനം അറിയാം. എല്ലാവരുടെ മാനിഫെസ്റ്റേഷൻസും അതിനുവേണ്ടിയുള്ള വർക്ക്സും അതിനുവേണ്ടിയുള്ള ആക്ഷനും ഒക്കെ നടക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ 2026. അതുപോലെ പണി കഴിഞ്ഞ് ഈ പണിപ്പുര ക്ലീൻ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ബൈ.